എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഭാഗവത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കൃഷ്ണം വന്ദേ സംഘടിപ്പിക്കുന്ന ഭാഗവതം ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധം 7-ാം അധ്യായം ആരംഭിക്കുകയാണ്. ക്ലാസ് എടുക്കുന്നത് ഭാഗവതാചാര്യൻ ഡോക്ടർ PV വിശ്വനാഥൻ നമ്പൂതിരി സാറാണ്. സാറിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഹരി ഓം സാർ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കർവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതരാജുഹാവ പുത്രേതി തന്മയതയാ തരവോഭിനേദുസ്തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. സമാദരണീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ പ്രണാമം. ചതുർത്ഥസ്കന്ധം 7-ാം അധ്യായം നമ്മൾ ആരംഭിക്കുകയാണ്. മൈത്രേയ ഉവാച ഇത്യജേന അനുനീതേന ഭവേന പരിദുഷ്യതാം അഭ്യധായി മഹാബാഹോ പ്രഹസ്യസൂയതാമിതി. ബ്രഹ്മാവ് മഹാദേവന്റെ അടുക്കലെത്തി ഭംഗ്യന്തരേണ ദക്ഷന്റെ അപകടകരമായ പ്രവൃത്തികളെയൊക്കെ വ്യംഗ്യമായി അങ്ങ് പഹിച്ച് ക്ഷമിച്ചു പൊറുക്കണം എന്ന് ആവശ്യപ്പെട്ട് ക്ഷമാപണം ചെയ്തു തീർത്ത സന്ദർഭത്തിലാണ് നമ്മൾ നിർത്തിയത്. വഴിതെറ്റിപ്പോകുന്നവരെ അതിലേക്ക് തിരിച്ചു വിടേണ്ട ഒരു ചുമതല അങ്ങേക്കുണ്ടല്ലോ. അതുകൊണ്ട് ദക്ഷിണ ശിക്ഷിച്ചത് നന്നായി, ഒരു കുഴപ്പമില്ല. അതനുസരിച്ചിട്ട് ബാക്കി യജ്ഞം കൂടെ പൂർത്തിയാക്കി അതിനെ പൂർണ്ണമാക്കണമേ എന്നപേക്ഷിച്ചപ്പോൾ മൈത്രേയന കഥ പറയാണ് ബാക്കി. ഇതി അജേന അനുനീതേന, ഇങ്ങനെ അജൻ എന്ന് വെച്ചാൽ ബ്രഹ്മാവ്, അജേന ബ്രഹ്മാവിനാൽ, അനുനീതേന അനുനയിക്കപ്പെട്ട, ഭവേന ശിവനാൽ, പരിദുഷ്യത സന്തോഷിച്ചവനായ, ആ ഭവേന ശിവനാൽ, അഭ്യഥായി അഭിധാനം ചെയ്യപ്പെട്ടു, മറുപടി പറഞ്ഞു. മഹാബാഹോ പ്രഹസ്യ ശ്രൂയതാമി, മഹത്തായ കൈകളോടുകൂടിയവനായ ഹേ വിദുര എന്ന് വിദുരനെ സംബോധന ചെയ്താണ്. മൈത്രേയൻ വിദുരനോട് പറയുന്നതാണ്. ഇപ്പോഴത്തെ ഏജന്റ് ഇവർ രണ്ടുപേരാണ്, ബാക്കിയെല്ലാം മാറി മാറി നിൽക്കുകയാണ്. ഇപ്പൊ വന്നിരിക്കുന്നത് ഇവർ രണ്ടുപേരാണ്. വിദുര മൈത്രേയ സംവാദമാണ് നമ്മുടെ വിഷയം. മൈത്രേയൻ വിദുരനോട് പറയാണ്, ഹേ മഹാബാഹോ, ശക്തമായ കൈകളുള്ള ഹേ വിദുര, പ്രഹസ്യ ശ്രൂയതാമിതി, ഒന്ന് ചിരിച്ചിട്ട് കേട്ടോളൂ എന്ന് പറഞ്ഞ് ബാക്കി മൈത്രേയൻ പറയാൻ പോവാണ്. ഇത്യജേനാനുനീതേന ഭവേന പരിദുഷ്യതാം അഭ്യഥായി മഹാബാഹോ പ്രഹസ്യ ശ്രൂയതാമിതി. ഹേ മഹാബാഹോ, ഇതി അജേന അനുനീതേന പരിദുഷ്യത ഭവേന പ്രഹസ്യ ശ്രൂയതാം ഇതി. ഇത്യജേനാനുനീതേന ഭവേന പരിദുഷ്യതാം അഭ്യഥായി മഹാബാഹോ പ്രഹസ്യ ശ്രൂയതാമിതി. ഇത്യജേനാനുനീതേന ഭവേന പരിദുഷ്യതാം അഭ്യഥായി മഹാബാഹോ പ്രഹസ്യ ശ്രൂയതാമിതി. ശ്രീരുദ്ര ഉവാച, ഇനിയാണ് ശിവന്റെ വാക്കുകൾ. നാഖം പ്രദേശ ബാലാനം വർണ്ണയേ നാനു ചിന്തയേ ദേവമായ അഭിഭൂതാനം ദണ്ഡസ്തോ മയാം. ന അഖം, അഖം എന്ന് വെച്ചാൽ പാപം, ദോഷം. ഹേ പ്രജേശ, ബ്രഹ്മാവിനെ വിളിച്ചതാണ്. പ്രജകളുടെ ഈശ്വരനായ ഹേ ഭഗവൻ, ബാലാനാം ബാലന്മാരുടെ, അഖം ദോഷത്തെ, പാപത്തെ, തെറ്റിനെ, വർണ്ണയെ ഇപ്പോൾ
വർണ്ണിക്കുന്നത് ന അനുചിന്തയെ, ന വർണ്ണയെ ന അനുചിന്തയെ, ഞാൻ വർണ്ണിക്കുകയോ വീണ്ടും ചിന്തിക്കുകയോ ചെയ്യുന്നില്ല. ന വർണ്ണയെ ന അനുചിന്തയെ, രണ്ട് നായുണ്ട്. നാഖം എന്നുള്ളടത്ത് നായുണ്ട്, നാനുചിന്ത എന്നുള്ളടത്ത് നായുണ്ട്. അപ്പം ഹേ പ്രജേശ, ബാലാനാം അഖം അഹം ന വർണ്ണയെ ന അനുചിന്തയെ. ബാലന്മാരായ കുട്ടികളുടെ പാപത്തെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച്, ദോഷത്തെക്കുറിച്ച് ഇനിയും വർണ്ണിക്കാനോ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും എന്ന് ചിന്തിക്കാനോ ഞാൻ തയ്യാറല്ല. കാരണം ചെയ്തിട്ട് കാര്യമില്ല, അത് കഴിഞ്ഞുപോയി. ഇനി എന്നെക്കുറിച്ച് പറയുന്ന ഒരു പോസ്റ്റ്മോർട്ടം പോലെ ആവുകയുള്ളൂ, ഒരു ഫലവുമില്ല. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇനി പറയുന്നില്ല, ചിന്തിക്കുന്നുമില്ല. ദേവമായ അഭിഭൂതാനാം, ദേവമായ കൊണ്ട് അഭിഭവിക്കപ്പെട്ടവർ, പരാജയപ്പെട്ടവർ, അത് ബാധിച്ചിരിക്കുന്നവർ എന്നവർക്ക് ദണ്ഡഃ തത്തധൃതോമയ, ഞാൻ ശിക്ഷ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ദക്ഷനും ദക്ഷന്റെ സംഘങ്ങളും ചെയ്ത പാപകർമ്മത്തെ ഇനി ഞാൻ വേണമെങ്കിൽ എനിക്ക് ഇനിയും ഈ പഴയ കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ അങ്ങോട്ട് പറയാം. ഇതാണ് ലോകസഹജമായ ഒരു സ്വഭാവം. ഇതിൽ നിന്ന് പഠിക്കാനുള്ള ഒരു പാഠം അത് തന്നെയാണ്. കഴിഞ്ഞുപോയ കാര്യത്തെക്കുറിച്ച് വീണ്ടും വീണ്ടും കുറേ ഉണ്ടായപ്പോൾ മുതൽ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന് ബന്ധുക്കളോട്, നാട്ടുകാരോട്, വീട്ടുകാരോട്, കുടുംബക്കാരോട് ഒക്കെ പരസ്പരം കഴിഞ്ഞ് എല്ലാവർക്കും അറിയുന്ന കാര്യം വീണ്ടും ചർച്ച ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോയാൽ അതൊരു അനുശോചനം പോലെ അനുചിന്തനമാണ്. ബുദ്ധിമാന്മാർ അതിന് പുറപ്പെടില്ല. ഇനി കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കുറെ കൂടെ വർണ്ണിച്ച് വേണമെങ്കിൽ പരസ്പരം ദേഷ്യവും അടിപിടിയും ബഹളവും ഒക്കെ ഉണ്ടാക്കാം. പക്ഷെ അതിന് ഞാൻ തയ്യാറല്ല. ഇതാണ് പരമശിവനുള്ള ഈശ്വര ശക്തിയുടെ ഏറ്റവും വലിയ ബലം. ഇതാണ്, കാണിച്ചു തരികയാണ്. ഇങ്ങനെ വേണം ചെയ്യാൻ. പിന്നെ ഇതിനാണ് അവരെ ശിക്ഷിച്ചത്, അത് ലോകമര്യാദ. അപരാധം ചെയ്തവരെ ശിക്ഷിക്കുന്നില്ല എന്ന് കണ്ടാൽ ഇനിയും പലരും ഈ മര്യാദ അതിക്രമിക്കും. അതിനുണ്ട് ആ അതിർത്തി അതിലംഘിച്ചു പോകും. കാരണം എന്താണ്, ഇവിടെ എന്ത് ചെയ്താലും ഒരു ശിക്ഷയില്ല, ആർക്കും രക്ഷപ്പെടാം. കോളേജിൽ ഒരു കേസ് കൊടുത്താൽ അത് 10, 15, 30, 40, 50 വർഷം അവിടെ കിടക്കും, അത്രേ ഉള്ളൂ. അതുവരെ എന്തും ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇവിടെ ആർക്കും ഒരു ശിക്ഷയുമില്ല, ആർക്ക് വേണമെങ്കിലും രക്ഷപ്പെടാം. അതുകൊണ്ട് എന്ത് തെറ്റും എന്ത് പാവവും ആർക്കും ചെയ്യാം എന്നുള്ളൊരു വിചാരം ജനങ്ങളിൽ ഉണ്ടാവാതിരിക്കണമെങ്കിൽ അവരെ ശിക്ഷിക്കണം. അതൊരു മാതൃകയാണ്. ഇങ്ങനെ ശിക്ഷിച്ച് ശിക്ഷ നടപ്പാക്കിയാൽ ദക്ഷന്റെ കൂട്ടരും ചെയ്ത പാപകർമ്മത്തിന്റെ പരിണതഫലം ശിരച്ഛേദമെങ്കിൽ ശിരച്ഛേദം, മറ്റുള്ളവരെ ഉപദ്രവിക്കുമെങ്കിൽ അത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ തൽക്കാല സാഹചര്യത്തിനനുസരിച്ച് ശിക്ഷിക്കുക എന്നുള്ളത് ഞങ്ങളെപ്പോലെയുള്ള ഈശ്വരന്മാരുടെ ചുമതലയാണ്, ബാധ്യതയാണ്. അത് ഞങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദക്ഷനെ ഇത്രയൊക്കെ ശിക്ഷിക്കാൻ കാരണം. ശിക്ഷ കൊണ്ട് പാഠം പഠിച്ച് ശരിയാവുക തന്നെ ചെയ്യും. നാഖം പ്രദേശവാലാനം വർണ്ണയേന അനുചിന്തേ ദേവമായാഭിഭൂതാനം ദണ്ഡസ്തോമയാം. ഹേ പ്രദേശ, ദേവമായ അഭിഭൂതാനാം ബാലാനാം അഖം ന വർണ്ണയേ ന അനുചിന്തേ തത്ര മയ ദണ്ഡഃ ധൃതഃ. നാഖം പ്രദേശബാലാനം വർണ്ണയേ ന അനുചിന്തേ ദേവമായാഭിഭൂതാനം ദണ്ഡസ്തോമയാം. നാഖം പ്രദേശബാലാനം വർണ്ണയേ നാനുചിന്തയേ ദേവമായാഭിഭൂതാനം ദണ്ഡസ്തോമയാം. പ്രജാപതേർദക്ഷശീർഷ്ണോ ഭവത്വജമുഖം ശിരാം മിത്രസ്യ ചക്ഷുഷേക്ഷേദ ഭാഗം സ്വം ബർഹിഷോ ഭഗാം. പ്രജാപതിയുടെ ദക്ഷന്റെ ദഗ്ധ ശീർഷ്ണ, ദഹിച്ചുപോയ ശിരഫ്. പ്രജാപതിയുടെ ദക്ഷന്റെ ശിരഫ് അറുത്തെടുത്ത് അഗ്നിയിൽ ദഹിപ്പിച്ചു കളഞ്ഞു എന്നായിരുന്നു മുമ്പത്തെ കഥയിൽ പറഞ്ഞത്. അങ്ങനെ ദഗ്ധ ശീർഷ്ണ, ദഹിച്ച ശിരഫ്
അജമുഖം ശിരഃ ഭവതു ഭവത്വജമുഖം ശിര ഭവതു അജമുഖം ഭവത്വജമുഖം. ആടിൻ്റെ ശിരഫ് ചേർത്ത ഒരു മുഖമായി ഭവിക്കട്ടെ. ദക്ഷ പ്രജാപതിയുടെ ശിരഫ് ഇപ്പോൾ തൽസ്ഥാനത്തില്ലാത്തതുകൊണ്ട് ആടിൻ്റെ ശിരഫോട് കൂടി യോജിപ്പിക്കട്ടെ. എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് പലരും ചിന്തിക്കുകയും ചോദിക്കുകയും ചെയ്യാറുണ്ട്. അജമുഖനായി ഭവിക്കട്ടെ എന്ന് നന്ദികേശ്വരൻ ശപിച്ചിട്ടാണ് പോയത് ദക്ഷനെ. ആടിൻ്റെ മുഖത്തോടു കൂടിയ മുഖമുള്ളവനായി നീ തീരട്ടെ എന്ന് ശപിച്ചിട്ടാണ് നന്ദികേശ്വരൻ പോയത്. ആ ശാപം പ്രാവർത്തികമാക്കണമെങ്കിൽ ആടിൻ്റെ മുഖം തന്നെ വയ്ക്കണം. അതുകൊണ്ടാണ് അജമുഖം ഭവതു. മിത്രഫ്യ ചക്ഷുഷാ ഈക്ഷേത. മിത്രന്റെ ചക്ഷുഷാ കണ്ണുകൊണ്ട് ഈക്ഷേത നോക്കട്ടെ, കാണട്ടെ. ചക്ഷുഷേക്ഷേത ഭാഗം ഫം ബർഹിഷു ഭഗ. സ്വന്തം ഭാഗത്തെ ബർഹിഷ ഭാഗം, യാഗത്തിൻ്റെ ഭാഗമായ ആ ബർഹിഫ് അത് മിത്രന്റെ നേത്രം കൊണ്ട് കാണട്ടെ. മിത്രന് കണ്ണു പോകട്ടെ എന്നാണ് അവിടെ ശപിച്ച. മിത്രന് കണ്ണില്ലാണ്ടായി. ഇനിയും മുതൽ ഈ മിത്രന് ഹവിർഭാഗം തൻ്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയട്ടെ. മിത്രഫ്യ ചക്ഷുഷാ ഈക്ഷേത ഭാഗം ഫം ബർഹിഷു ഭഗ. ഭഗന്റെ ഹവിർഭാഗത്തെ, ഭഗൻ അർപ്പിക്കുന്ന ഹവിർഭാഗത്തെ മിത്രദേവന്റെ കണ്ണിൽ കൂടി ഇനി മുതൽ കാണാൻ ആവട്ടെ എന്ന്. ഇതായിരുന്നു ഒരു ശാപം ഇപ്പോഴൊരു അനുഗ്രഹമായി തന്നെ തിരിയാണ്. ഭഗന്റെ കണ്ണു പോയെങ്കിലും മിത്രന്റെ കണ്ണിൽ കൂടി ഭഗന് കാഴ്ചയുണ്ടാവട്ടെ എന്ന് അനുഗ്രഹിച്ചതുകൊണ്ട് ശിവനിന്ദയുടെ ഫലം എന്നേക്കും ഭഗന് ഓർമ്മയുണ്ടാവും. സ്വന്തം കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്നെന്ത് കാണുമ്പോഴും ഈ ചെയ്ത തെറ്റിൻ്റെ ഓർമ്മ ഉള്ളിലുണ്ടാകും. അതാണ് ശിക്ഷ വേണ്ടത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു ശിക്ഷ കൊടുത്തത്. ഭഗന് കൊടുത്ത ശിക്ഷ ഈ മിത്രദേവന്റെ കണ്ണിൽ കൂടിയേ നിനക്ക് കാണാൻ പറ്റുള്ളൂ, സ്വന്തം കണ്ണുകൊണ്ട് പറ്റില്ല. അപ്പോൾ ഓരോ പ്രാവശ്യം കാണുമ്പോഴും ഈശ്വര ഇതെൻ്റെ കണ്ണല്ല, മറ്റൊരാളുടെ കണ്ണുകൊണ്ട് ഞാൻ കാണുകയാണ് എന്ന്. ഈ മറ്റൊരാളുടെ കണ്ണുകൊണ്ട് കാണുന്ന നേത്രദാനവും കണ്ണു മാറ്റി വയ്ക്കലും ഒക്കെ എത്രയോ കാലം മുമ്പ് ദക്ഷയാഗം കഥയിൽ വ്യാസൻ ആവിഷ്കരിച്ച് കൊടുത്ത കാര്യങ്ങൾ തന്നെയാണിതൊക്കെ. അതുകൊണ്ട് എന്നേക്കും ഭഗന് ഇത് ഓർമ്മയുണ്ടാവട്ടെ എന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത്. രണ്ടുപേർക്കും, ദക്ഷനും ഭഗനും. പ്രജാപതേർദക്ഷശിഷ്ണോ ഭവത്വജമുഖം ശിരാം മിത്രസ്യ ചക്ഷുഷേക്ഷേത ഭാഗം സംബർഹിഷോ ഭഗാം. ദഗ്ധശിഷ്ണഃ പ്രജാപതേഃ ശിരഃ അജമുഖം ഭവതു. ഭഗഃ ബർഹിഷഃ ഭാഗം മിത്രസ്യ ചക്ഷുഷാ ഈക്ഷേത. പ്രജാപതേർദഗ്ധശിഷ്ണോ ഭവത്വജമുഖം ശിരാം മിത്രസ്യ ചക്ഷുഷേക്ഷേത ഭാഗം സംബർഹിഷോ ഭഗാം. പ്രജാപതേർദഗ്ധശിഷ്ണോ ഭവത്വജമുഖം ശിരാം മിത്രസ്യ ചക്ഷുഷേക്ഷേത ഭാഗം സംബർഹിഷോ ഭഗാം. ഊഷാതു യജമാനഫ്യാം ദദ്ഭിർജക്ഷതു പിഷ്ടഭുക് ദേവാഃ പ്രകൃതപർവാംഗാ ഏമ ഉച്ഛേഷണം ദദൂ. പൂഷാതു, പൂഷാവാകട്ടെ, യജമാനഫ്യ ദദ്ഭിഹി, യജമാനന്റെ പല്ലുകൊണ്ട്. ദന്തം എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് ദദ്ഭിഹി. ദതാ ദദ്ഭ്യാം ദദ്ഭിഹി, പല്ലുകളെ കൊണ്ട്. യജമാനഫ്യ ദദ്ഭിഹി ജക്ഷതു, ഭക്ഷിക്കട്ടെ. പിഷ്ടഭുക്, പിഷ്ടത്തെ ഭുജിക്കുന്നവനാകട്ടെ. പിഷ്ടം എന്ന് വെച്ചാൽ അരച്ചോ പൊടി കൊണ്ട് കുഴച്ചോ ഉണ്ടാക്കിയ ഭക്ഷണം മാത്രം കഴിക്കാൻ പറ്റുക. കടിച്ചു തിന്നുന്നൊന്നും പറ്റില്ല. സോഫ്റ്റായിട്ട് എളുപ്പം ഇറക്കിപ്പോകാവുന്ന ഭക്ഷണം
അതും യജമാനന്റെ പല്ലുകൊണ്ട് ചവച്ച് കഴിക്കാൻ ഇടയാവട്ടെ. ഇതൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ്. പൂഷാവിന് കൊടുത്ത ശിക്ഷ, പൂഷാവിന്റെ പല്ലെല്ലാം പൊഴിഞ്ഞുപോയി. അതുകൊണ്ട് ഭക്ഷണജന്യമായ ഒരു തൃപ്തി ഉണ്ടാവണം, അത്രയേ ഉള്ളൂ. ഇനിയും പല്ല് വേണമെന്നില്ലല്ലോ. അതുകൊണ്ട് അരച്ചുണ്ടാക്കിയ അല്ലെങ്കിൽ വെള്ളത്തിൽ അലിയിച്ച് കഴിക്കാൻ പറ്റുന്ന ആ ഒരു ഭക്ഷണ സാധനങ്ങൾ ഇനി കഴിക്കാൻ ഇടയാവട്ടെ. ദേവന്മാരുടെ അവയവങ്ങൾക്കുണ്ടായ ദോഷങ്ങളെല്ലാം തീർന്ന് അവർ ദേവാഹ പ്രകൃത സർവാംഗാഹ, ദേവന്മാരെല്ലാം നേരത്തെ ഉണ്ടായിരുന്ന അവയവത്തോടു കൂടിയവരായിട്ട് യാതൊരു വിധത്തിലാണോ മേ എനിക്ക്, മ എന്നുള്ളത് അർത്ഥം പറയുമ്പോൾ മേ എന്ന് പറയും, എനിക്ക് ഉച്ഛേഷണം ദദു, ശേഷിച്ചതിനെയെല്ലാം ദദുഹു നൽകിയോ, ആ ദേവന്മാരെ എല്ലാം പൂർണ്ണ അംഗന്മാരായിട്ട് ഭവിക്കട്ടെ. ദേവന്മാരുടെ അവയവങ്ങൾക്കുള്ള ദോഷമെല്ലാം ഇവിടെ തീർത്തു, പൂർണ്ണ അവയവന്മാരായിട്ട് ഭവിക്കട്ടെ. യാഗത്തിൽ ഇനി ശേഷിക്കുന്ന എല്ലാം അവരെനിക്കായിട്ട് സമർപ്പിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ദേവന്മാരുടെ സർവാംഗം പരിപുഷ്ടമാകട്ടെ. പൂഷാവ് യജമാനന്റെ പല്ലുകൊണ്ട് കട്ടിയില്ലാത്ത സാധനങ്ങൾ ചവച്ച് കഴിക്കാൻ ഇടയാവട്ടെ. നോക്കൂ, ഈ ശിക്ഷ ജീവിതം മുഴുവൻ തുടരുകയാണ്, പക്ഷെ പരിഹാരത്തോടു കൂടിയാണ്. എത്ര മനോഹരമായ ശിക്ഷാവിധിയാണ് വ്യാസൻ അന്ന് നടപ്പാക്കി. നോക്കൂ, എത്ര ആക്ഷേപങ്ങൾക്കും എത്ര ദോഹങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും ഒക്കെ കൊടുത്ത ശിക്ഷ. ആ ശിക്ഷയ്ക്ക് ഇനിയും ശിക്ഷ അനുഭവിക്കുന്ന ആൾ ജീവിതകാലം മുഴുവൻ ഇത് ഓർമ്മിക്കുക തന്നെ ചെയ്യണം. ഞാൻ ചെയ്ത തെറ്റിൻ്റെ പാപമാണിത്, ഇത്. പക്ഷേ അയാൾക്ക് ജീവിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള അനുവാദം ഈ പ്രപഞ്ചത്തിൽ ഉണ്ട്, കൊടുക്കണം. അത്ര മനോഹരമായ ശിക്ഷാ സമ്പ്രദായം. അത് വ്യാസൻ ഈ കഥയെ കൂടിയാണ് ആവിഷ്കരിച്ച് നമ്മെ ബോധ്യപ്പെടുന്നത്. ഒരുപക്ഷെ നമ്മുടെ കോടതിയോ വക്കീലന്മാരോ ഒന്നും ഈ ഭാഗം പഠിച്ച് എങ്ങനെയൊക്കെയാണ് ശിക്ഷ വേണ്ടത് എന്നൊരു സർക്കാരോ ഒക്കെ തീരുമാനിക്കാൻ എന്തെങ്കിലും ഭാവിയിൽ ഇടയായാൽ പറ്റുമായിരിക്കാം. എന്തായാലും തൽക്കാലമുള്ള അവസ്ഥയൊന്നുമില്ല. ഇതാരും പഠിച്ചിട്ടല്ലോ കോടതിയിൽ പോവുക. പൂഷാതു യജമാനഫ്യാദത്ഭർജക്ഷതു പിഷ്ടഭുക് ദേവാപ്രകൃത സർവാംഗ ഏമ ഉച്ഛേഷണം ദദു. പൂഷാതു യജമാനഫ്യദദ്ഭിഃ ജക്ഷതു പിഷ്ടഭുക് യേ മേ ഉച്ഛേഷണം ദദുഃ തേ ദേവാഃ പ്രകൃത സർവാംഗാഃ ഭവന്തു. പൂഷാതു യജമാനഫ്യാദദ്ഭർജക്ഷതു പിഷ്ടഭുക് ദേവാ പ്രകൃത സർവാംഗ ഏമ ഉച്ഛേഷണം ദദു. പൂഷാതു യജമാനഫ്യാദദ്ഭർജക്ഷതു പിഷ്ടഭുക് ദേവാ പ്രകൃത സർവാംഗ ഏമ ഉച്ഛേഷണം ദദു. ബാഹുഭ്യാമശ്വിനോഃ പൂഷ്ണോ ഹസ്താഭ്യം കൃതബാഹവാം ഭവന്ത്വത്ഥിര്യവശ്ചാന്യേ ബസ്തശ്മശ്രുഭൃഗുർഭവേത്. ബാഹുഭ്യാം രണ്ട് കൈകൾ കൊണ്ടും അശ്വിനോഹോ അശ്വികളുടെ പൂഷ്ണഃ പൂഷ്ണാവിൻ്റെ അശ്വിനോഹോ ബാഹുഭ്യ അശ്വിനികളുടെ രണ്ട് കൈകൾ കൊണ്ടും പൂഷ്ണോ ഹസ്താഭ്യം കൃതവാഹവ പൂഷാവിൻ്റെ ഹസ്തങ്ങൾ കൊണ്ടും കൃതബാഹവ കൈകൾ ഉണ്ടാക്കുന്നവരായി തീർന്നിട്ട് ഭവന്തു ഭവിക്കട്ടെ. അധ്വരി അവശ്ചന്യേ അധ്വരത്തിൻ്റെ യജ്ഞത്തിൻ്റെ അധ്വര്യവഹ ച അന്യ അധ്വര്യുക്കൾ ബഹുവചനം പറഞ്ഞാണ്. അധ്വര്യവഹ ച അന്യേ യജ്ഞത്തിൻ്റെ അധ്വര്യുക്കളും ബാക്കിയുള്ളവരൊക്കെ ബസ്തശ്മശ്രുഭൃഗുർഭവേത്. ഇനിയും ബാക്കിയുള്ളവർക്ക് കൈയില്ലാത്തവരുണ്ട്, കൈയുടെ പകുതി പോയവരുണ്ട്, കാലില്ലാത്തവരുണ്ട്, മുട്ടിൻ്റെ ഭാഗം പോയവരുണ്ട്, ഇങ്ങനെ പല ഭാഗത്തിലുള്ളവരുണ്ട്. അതുകൊണ്ട് കൈമുട്ടിൻ്റെ മേൽഭാഗത്തിൻ്റെ പേരാണ് ബാഹു എന്ന്, അതിൻ്റെ താഴത്തെ ഭാഗത്തിൻ്റെ പേര് ഹസ്തം എന്നുമാണ്. ഒരു കൈയെ രണ്ട് ഭാഗമായിട്ട് തിരിക്കും. മുട്ടിൻ്റെ മുകളിലോട്ടുള്ളത് ബാഹു, താഴേക്കുള്ളത് ഹസ്തം.
അധ്വര്യുക്കൾ തകർത്ത കൈകൾ മുട്ടിൻ്റെ മേൽഭാഗങ്ങളുള്ള പ്രയോജനം അശ്വികൾക്കും ബാഹുക്കൾ കൊണ്ടും ഹസ്തം കൊണ്ടുമുള്ള പ്രയോജനം പൂഷാവിന കൈകൾക്കും സിദ്ധിക്കട്ടെ. ഇങ്ങനെ രണ്ടുപേരുടെയും കൈകൊണ്ടുള്ള ഫലങ്ങൾ പകുതി ഭാഗം ഒരാൾക്കും പകുതി ഭാഗം വേറൊരാൾക്കുമായിട്ട്. മുട്ടിൻ്റെ മേൽഭാഗം കൊണ്ടുള്ള പ്രയോജനം, അതായത് ബാഹുകളുടെ പ്രയോജനം അശ്വികളുടെ കൈകൾ കൊണ്ട് കിട്ടട്ടെ ഇവർക്കെല്ലാം. അതിൻ്റെ താഴേക്കുള്ള ഹസ്തങ്ങൾക്കുള്ള പ്രയോജനം പൂഷാവിൻ്റെ ഹസ്തം കൊണ്ട് കിട്ടട്ടെ. ഇങ്ങനെ പരസ്പരം കൈമുട്ടിൻ്റെ താഴ്വശവും മേൽവശവും കൊണ്ടുള്ള ഫലം രണ്ടുപേരും മാറി മാറി അനുഭവിക്കട്ടെ. ഇടത് കൈയും വലത് കൈയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു സങ്കല്പത്തിലാണ്. ഇതും ഒരു ശിക്ഷയാണ്, ഓർമ്മിച്ചിരിക്കാനാണ്. ഇനിയും ഇത് ഭൃഗുവിൻ്റെ മുഖരോമങ്ങളൊന്നുമില്ല, അതെല്ലാം എന്ത് ചെയ്തു, പിഴുതു കളഞ്ഞല്ലോ. അതിന് ആട്ടിൻ്റെ മുഖരോമം, ആടിൻ്റെ ഈ കഴുത്തിൽ ഇങ്ങനെ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന ഒരു രോമക്കൂട്ടമുണ്ട്, അതെടുത്ത് ഈ ഭൃഗുവിനെ പ്ലാസ്റ്റിക് സർജറി വെച്ച് പിടിപ്പിക്കട്ടെ. അപ്പം എല്ലാവരും ഏതാണ്ടൊക്കെ പൂർവ്വസ്ഥിതിയിലാകും. പക്ഷെ എല്ലാ കോട്ടങ്ങളും ഉണ്ട്, പോരായ്മകൾ കൂടിയാണ്. കാരണം അത് ശിക്ഷയാണ്, പഴയ പോലെ ആവാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് പ്രയോജനമൊക്കെ കളഞ്ഞു. കണ്ണുകൊണ്ട് കാണാം, വാഗൊണ്ട് ചവയ്ക്കാം, കൈകൊണ്ടൊക്കെ ജോലികൾ ഒക്കെ ചെയ്യാം. പക്ഷെ അപ്പോഴെല്ലാം ഈ ഓർമ്മ, ചെയ്ത തെറ്റിൻ്റെ ഓർമ്മ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ബാഹുഭ്യാം അശ്വിനോ പൂഷ്ണോ ഹസ്താഭ്യം ഗതവാഹവ ഭവന്തധ്യവശ്ചാന്യേ ഭവേത്. ബസ്തം വെച്ച ആടുന്നത്, ശ്മശ്രു എന്ന് പറയുന്നത് എന്താണ്, താടി. ബസ്തശ്മശ്രുഹു, ആടിൻ്റെ താടി ഉള്ളവനായിട്ട് ഭൃഗു ഭവേത്, ഭൃഗു ഭവിക്കട്ടെ. അശ്വിനോഹോ ബാഹുഭ്യാം പൂഷ്ണഃ ഹസ്താഭ്യാം അന്യേ അധ്വര്യവഃ കൃതബാഹവഃ ഭവന്തു ഭൃഗുഃ ബസ്തശ്മശ്രുഹു ഭവേത്. ബാഹുഭ്യാം അശ്വിനോ പൂഷ്ണോ ഹസ്താഭ്യം കൃതബാഹവ ഭവന്തധ്വര്യവശ്ചാന്യേ ബസ്തശ്മശ്രുഭൃഗുർഭവേത്. ബാഹുഭ്യാം അശ്വിനോഃ പൂഷ്ണോ ഹസ്താഭ്യം കൃതബാഹവ ഭവന്ത്വധ്വര്യവശ്ചാന്യേ ബസ്തശ്മശ്രുഭൃഗുർഭവേത്. മൈത്രേയ ഉവാച. ഇത്രയുമാണ് പരമശിവൻ ഇവിടെ യജ്ഞത്തിൻ്റെ പോരായ്മയെ മാറ്റി പുനർനവീകരിക്കാൻ ഇവരൊക്കെ വീണ്ടും വരണമെങ്കിൽ അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം ഉണ്ടാക്കി കൊടുക്കണം. ഇത് ബ്രഹ്മാവിൻ്റെ ഭംഗ്യന്തരേണയുള്ള ഒരു യാതനയായിരുന്നു. അത് ശിവൻ മനസ്സിലായി. ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് പറഞ്ഞതെല്ലാം അവിടെ സ്ഥിരപ്പെടുത്തി കൊടുത്തു. മൈത്രേയൻ പറഞ്ഞു, തഥാ സർവാണി ഭൂതാനി ശ്രുത്വാം മീഢുഷ്ടമോദിതം പരിദുഷ്ടാത്മഭിസ്താത സാധു സാധ്വിത്യഥബ്രുവൻ. തഥാ അപ്പോൾ സർവാണി ഭൂതാനി, എല്ലാ ഭൂതങ്ങളും ശ്രുത്വ കേട്ടിട്ട്, മീഢുഷ്ടമ ഉദിതം, മീഢുഷ്ടമൻ ഏറ്റവും പൂജിക്കുന്നതിൽ ഉന്നതൻ, മീഢ്യൻ പൂജ്യൻ, മീഢുഷ്ടമൻ അത് തമ എന്ന പ്രത്യേകം ചേർത്തിട്ട് സൂപ്പർലേറ്റീവ് ആയതാണ്. മീഢുഷ്ടമ ഉദിതം പറയപ്പെട്ടത്, പൂജ്യന്മാരിൽ വെച്ച് പരമപൂജനീയായ പരമശിവനാൽ ഉദിതം പറയപ്പെട്ടത് ശ്രുത്വ കേട്ടിട്ട്, പരിതുഷ്ട ആത്മഭി ആത്മാവ് സന്തോഷിച്ചിട്ട്, ഹേ താത, അല്ലയോ വിദുര എന്ന് വിളിച്ചാണ്. സാധു ഇതി അഥ ബ്രുവൻ, ഫാത്വിത്യഥ ബ്രുവൻ. സാധു ഇതി അഥ അബ്രുവൻ, സാധു എന്ന് വെച്ചാൽ നന്നായിരിക്കുന്നു. ഇത് ഇങ്ങനെ, അഥ അപ്പോൾ, അബ്രുവൻ പറഞ്ഞു. ഫാത്വിത്യഥ ബ്രുവൻ, സാധു ഇതി അഥ അബ്രുവൻ. അപ്പോൾ അവിടെ നിന്നിരുന്ന സമസ്ത ഭൂതഗണങ്ങളും അവരുടെ അഭീഷ്ടങ്ങളെയൊക്കെ സാധിച്ചു കൊടുത്ത പരമശിവന്റെ വാക്കുകൾ കേട്ടപ്പോൾ
എല്ലാവരും സന്തോഷപൂർവ്വം ഫാധു ഫാധു, നന്നായി നന്നായി എന്നിങ്ങനെ ഉറക്കെ പറഞ്ഞു. തഥാ സർവാണി ഭൂതാനി സ്വത്വാ മീഢുഷ്ടമോദിതം പരിതുഷ്ടാത്മഭിസ്താദ സാധു സാത്വിത്യഥ ബ്രുവൻ. മീഢുഷ്ടമോദിതം ശ്രുത്വാ സർവാണി ഭൂതാനി പരിതുഷ്ടാത്മഭിഃ സാധു സാധു ഇതി അബ്രുവൻ. തഥാ സർവാണി ഭൂതാനി ശ്രുത്വാ മീഢുഷ്ടമോദിതം പരിതുഷ്ടാത്മഭിസ്താദ സാധു സാധു ഇത്യഥ ബ്രുവൻ. തഥാ സർവാണി ഭൂതാനി ശ്രുത്വാ മീഢുഷ്ടമോദിതം പരിതുഷ്ടാത്മഭിസ്താദ സാധു സാത്വിത്യഥ ബ്രുവൻ. തതോ മീഢ്വാംസമാമന്ത്ര്യ ശുനാഫീരാഫഹർഷിഭിः ഭൂയസ്തദ്ദേവയജനം സമീഢ്വദ്വേധസോ യയൂ. തതോ അനന്തരം മീഢ്വാംസം പൂജിക്കപ്പെടേണ്ടവനെ, അതായത് പരമശിവനെ, സമാമന്ത്രിയ ക്ഷണിച്ചിട്ട് ശുനാഫീര ഇന്ദ്രാദികൾ, ശുനാഫീരൻ ഇന്ദ്രൻ, ശുനാഫീരാഹ ഇന്ദ്രാദികൾ ആമന്ത്രിയ കൂടിയാലോചിച്ചിട്ട് ഫഹർഷിഭി മഹർഷിമാരോടൊപ്പം ഇന്ദ്രാദികളായ ദേവന്മാർ കൂടിയാലോചിച്ചിട്ട് ഭൂയ വീണ്ടും തദ്ദേവ യജനം ആ ദേവയജ്ഞത്തെ സമീഢ്വ ആ ദേവയജ്ഞത്തെ ശിവനോടും ബ്രഹ്മാവിനോട് സമീഢ്വ വേധഫ സമീഢ്വവേധഫ സമീഢ്വൻ ശിവൻ നന്നായി പൂജിക്കപ്പെട്ടവൻ, വേധഫ് ബ്രഹ്മാവ്, രണ്ടും കൂടെ സന്ധി ചേർത്തപ്പോൾ സമീഢ്വദ്വേധഫ സമീഢ്വത് വേധഫ സമീഢ്വദ്വേധഫ എന്നുവെച്ച് വായിക്കാൻ പറ്റുന്നത് സമീഢദ്വേധഫ. ശിവനോട് കൂടിയ ബ്രഹ്മാവിനോടും കൂടി ഇന്ദ്രാദികളായ ദേവന്മാർ യയുഹു എത്തി പ്രാപിച്ചു. ദേവയജനം യയു ദേവസ്ഥാനത്തെ പ്രാപിച്ചു. ഇത് കേട്ടതോടെ ബ്രഹ്മാവ്, പരമശിവൻ, ഋഷിമാർ ഇവരെല്ലാം കൂടി ഇന്ദ്രാദികളായ ദേവന്മാരെ ദക്ഷന്റെ യാഗശാലയിൽ രണ്ടാമതും പ്രവേശിച്ചു, യാഗം പൂർത്തിയാക്കാൻ വേണ്ടി. തതോ മീഠ്വാംസമാമന്ത്ര്യ ശുനാഫീരഫഹർഷിഭിः ഭൂയസ്തദ്ദേവേജനം സമീഢ്വദ്വേധസോ യയൂ. തതഃ മീഢ്വാംസമാമന്ത്ര്യ ഋഷിഭിः സമീഢ്വദ്വേധസः ശുനാഫീരാः ഭൂയഃ ദേവയജനം യയുः. തതോ മീഠ്വാംസമാമന്ത്ര്യ ശുനാഫീരാഫഹർഷിഭിः ഭൂയസ്തദ്ദേവയജനം സമീഢ്വദ്വേധസോ യയൂ. തതോ മീഢ്വാംസമാമന്ത്ര്യ ശുനാഫീരാഫഹർഷിഭിः ഭൂയസ്തദ്ദേവയജനം സമീഢ്വദ്വേധസോ യയൂ. വിധായകാസ്നേന ച തദ്യതാഹ ഭഗവൻ ഭവാം സന്തധുഃ കഫ്യകായേന സവനീയപശോഷിരാം സന്ധീയമാനേ ശിരസി ദക്ഷോ രുദ്രാഭിവീക്ഷിത സദ്യ സുപ്തൈവോത്തസ്ഥോ ദൃശേഷാഗ്രതോ മൃഢം. വിധായ ചെയ്തിട്ട് കാൽസ്നേന പൂർണ്ണമായും സമ്പൂർണമായും അതെല്ലാം സമ്പൂർണമായി ചെയ്തിട്ട് ച തത് യദാഹ ഭഗവാൻ ഭവഃ ഭഗവാൻ ഭവഃ യത് ആഹ മഹാദേവൻ പരമശിവൻ യാതൊന്നു പറയുന്നതോ തത് അത് കാൽസ്നേന വിധായ അത് സമ്പൂർണമായും ചെയ്തു തീർന്നിട്ട് സന്തധുഹു ചേർത്തു കഫ്യകായേന ദക്ഷന്റെ ശിരസിനോട് പവനീയ പശോഹശിര യജ്ഞത്തിൽ കൊണ്ടു നിർത്തിയിരുന്ന ഒരാടിൻ്റെ ശിരസ് ദക്ഷന്റെ ശരീരത്തോടെ
ഫംദധു കൂട്ടിച്ചേർത്തു. ഫന്ധീയമാനേ ശിരഫി, ശിരഫ് ബന്ധിക്കപ്പെട്ടപ്പോൾ ദക്ഷൻ രുദ്രാഭിവീക്ഷിത, രുദ്രനാൽ നോക്കപ്പെട്ടവനായിട്ട് ഫദ്യ പെട്ടെന്ന് സുപ്ത കായേന ദദിശീച അഗ്രതോമുഖം, ഉണർന്നവൻ എഴുന്നേറ്റവനെ പോലെ. സുപ്ത ഇവ ഉത്തസ്ഥൗ, ഉറങ്ങി ഉണർന്നതുപോലെ എഴുന്നേറ്റ് മുമ്പിൽ നിൽക്കുന്ന പരമശിവനെ കണ്ടു. ഇന്ദ്രാദികളായ ദേവന്മാർ ആവശ്യപ്പെട്ടതനുസരിച്ച് സകലതും ചെയ്തു കൊടുത്തു. ദക്ഷിണ കഴുത്ത് പിടിപ്പിച്ചു, പിന്നെ കണ്ണും മൂക്കും വായും പല്ലുമൊക്കെ പോയതിനൊക്കെ പരിഹാരം ഉണ്ടാക്കി കൊടുത്തു. അതാണ് ഭഗവാൻ ഭഗഹാം യദാഹ, ഭഗവാൻ ശിവൻ യാതൊന്ന് പറഞ്ഞുവോ തത് കാർഷ്ണീന വിധായ, അത് സമ്പൂർണമായും ചെയ്തിട്ട് ഭവനീയ പശോഹു ശിരഹ, യജ്ഞത്തിൽ കൊണ്ട് നിർത്തിയിരുന്ന മൃഗത്തിൻ്റെ ശിരഫ് കഫ്യകായേന, കഫ്യ എന്ന് വെച്ചാൽ ദക്ഷന്റെ ശരീരത്തോട് സംദധുഹു കൂട്ടിയോജിപ്പിച്ചു. അപ്പോൾ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറിയുടെ ഒരു വിഭാഗം ഇവിടെ പലയിടത്തും കണ്ടു. ഇന്ന് കഴുത്ത് മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ വന്നിട്ടില്ല, ബാക്കിയൊക്കെ അതിവിടെ പറഞ്ഞു. ഇനി ഒരു പക്ഷേ ഭാവിയിൽ വരും. വ്യാസൻ അന്നേ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരാളുടെ കഴുത്ത് മാറ്റിയിട്ട് വേറൊരാളുടെ കഴുത്ത് അവിടെ കൊണ്ടുവയ്ക്കാം. അതിന് ഉള്ള സംവിധാനം ഭാവിയിൽ കണ്ടുപിടിച്ചേക്കും. എന്തായാലും വ്യാസൻ പറഞ്ഞൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്, ഭാവിയും അങ്ങനെ തന്നെ വന്നേക്കാം. സന്ധീയമാനേ ശിരഫി, ഉടലിനോട് ശിരഫ് ചേർത്തപ്പോൾ ദക്ഷൻ ഉറങ്ങി ഉണർന്നവനെ പോലെ എഴുന്നേറ്റു മുമ്പിൽ നിൽക്കുന്ന പരമശിവനെ കണ്ടു. വിധായകാസ്മേന ച തദ്യദാഹ ഭഗവൻ ഭവാം സന്തധു കഫ്യകായേന ഭവനീയവശോശിരം. സന്ധീയമാനേ ശിരഫി ദക്ഷോ രുദ്രാഭിവീക്ഷിതാം സദ്യഫുപ്തയോത്തസ്ഥോ ദൃശേജാഗ്രതോ മൃഡം. ഭഗവാൻ ഭവഹാം യദാഹാം തത് കാൽസ്നീന വിധായ ഭവനീയവശോഹ ശിരഹാം കഫ്യകായേന സന്തധു. ശിരഫി സന്ധീയമാനേ രുദ്രാഭിവീക്ഷിതഃ ദക്ഷഃ സുപ്തൈവ സദ്യഃ ഉത്തസ്ഥൗ അഗ്രതഃ മൃഡം ദദിശേച. വിധായകാസ്നേന ച തദ്യദാഹ ഭഗവൻ ഭവാം സന്തധു കഫ്യകായേന പവനീയവശോ ശിരാം. സന്ധീയമാനേ സുരഭി ദക്ഷോ രുദ്രാഭിവീക്ഷിതാം സദ്യഃസുപ്തൈവോത്തസ്ഥോ ദൃശേജാഗ്രതോ മൃഡം. വിധായകാസ്നേന ച തദ്യദാഹ ഭഗവൻ ഭവാം സന്തധു കഫ്യകായേന പവനീയവശോ ശിരാം. സന്ധീയമാനേ ശിരഫി ദക്ഷോ രുദ്രാഭിവീക്ഷിതാം സദ്യഃസുപ്തൈവോത്തസ്ഥോ ദൃശേജാഗ്രതോ മൃഡം. തദാ വൃഷധ്വജദ്വേഷകലിലാത്മാ പ്രജാപതി ഇവ അവലോകാത് അഭവത് ശരത് ഹൃദൈവാമരാം. തത് അപ്പോൾ വൃഷധ്വജ ദ്വേഷകലിലാത്മാ പ്രജാപതി, വൃഷധ്വജൻ ശിവൻ, കാള കൊടിയടയാളമായിട്ടുള്ളവൻ, വൃഷം ധ്വജമായിട്ടുള്ളവൻ. വൃഷധ്വജന്റെ ദ്വേഷ്യം കൊണ്ട്, കോപം കൊണ്ട് കലിലാത്മാവായി തീർന്ന വികലമായി തീർന്ന, കഷ്ണങ്ങളായി തീർന്ന ആത്മാവോടു കൂടിയവനായ പ്രജാപതി. ശിവ അവലോകാത്, ശിവന്റെ നോട്ടം കൊണ്ട് അഭവത് ഭവിച്ചു ശരത്ത് ഹൃദൈവ അമല, ശരൽക്കാലത്തിലെ പുഴ പോലെ നിർമ്മലമായി തീർന്നു ദക്ഷന്റെ മനസ്സ്. പകയോ വിദ്വേഷമോ ഒന്നും ഉണ്ടായില്ല. അന്നത്തെ പകയും വിദ്വേഷമൊക്കെ
ശിക്ഷ അനുഭവിച്ചോ തീർന്നു. ഇനി അതൊന്നും തിരിച്ചു വരില്ല. അതുകൊണ്ട് ശിവ അവലോകാത് അഭവച്ഛരധ്രത ഇവാമല, അത് കൂട്ടിച്ചേർക്കുമ്പോൾ ധ്രത എന്നേ വരുവുള്ളൂ. ശരത്ത് ഹ്രത എന്നാണ് സന്ധി. ആ ഹായ്ക്ക് ധ വന്നിട്ട് ശരധ്രത എന്നാവുന്നതാണ്. വായിക്കുമ്പോൾ ശരധ്രത എന്ന് വായിച്ചാൽ മതി. പക്ഷെ ധ്രത എന്നൊരു വാക്കുമില്ല, എന്നർത്ഥമില്ല. അപ്പോൾ അത് ഹ്രദ എന്നുള്ള അർത്ഥത്തിലേക്ക് വരണം. ശരത്ത് ഹ്രദ ഇവ അമല, ശരൽക്കാലത്തിലെ നിർമ്മലമായ ഒഴുക്കുപോലെ, പുഴ പോലെ ആ പ്രജാപതിയുടെ മനസ്സ് മാലിന്യ വിമുക്തം ആയി. പരമശിവനോട് 1% പോലും വിദ്വേഷമില്ല. വൃഷധ്വജന്റെ തന്നോട് കാണിച്ച ദ്വേഷം കൊണ്ട് കലിപ്പുള്ളവനായി തീർന്ന ആ ദക്ഷൻ ശിവന്റെ നോട്ടം കൊണ്ട് തന്നെ ഉള്ളൊക്കെ ശാന്തമായി, കലങ്ങിത്തെളിഞ്ഞ സൽക്കാലത്തിലെ പുഴ പോലെ ശാന്തമായി. തഥാ വൃഷധ്വജദ്വേഷകലിലാത്മാ പ്രജാപതിം ശിവാവലോകാദഭവച്ഛരധ്രദൈവാമലാം. തഥാ വൃഷധ്വജ ദ്വേഷകലിലാത്മാ പ്രജാപതി ശിവാവലോകാത് ശരത് ഹൃദ ഇവ അമലഃ അഭവത്. തഥാ വൃഷധ്വജദ്വേഷകലിലാത്മാ പ്രജാപതി ശിവാവലോകാദഭവച്ഛരധ്രദൈവാമലാം. തഥാ വൃഷധ്വജദ്വേഷകലിലാത്മാ പ്രജാപതി ശിവാവലോകാദഭവച്ഛരധ്രദൈവാമലാം. ഭവസ്തവായകതധേഹി നാശക്നോദനുരാഗതാം ഔത്കണ്ഠ്യാത് ബാഷ്പകലയാം സംഭരേതാം സുതാം സ്മരൻ. ഭവസ്തവായ, ശിവനെ സ്തുതിക്കാൻ വേണ്ടിയിട്ട് കൃതധീഹി നിശ്ചയിച്ചു. ദക്ഷകന്റെ അന്ധകരണം ശുദ്ധമായപ്പോൾ പരമശിവന്റെ കാരുണ്യകടാക്ഷത്തിലുള്ള നോട്ടം പതിച്ചു കണ്ടപ്പോൾ ഭക്തവാത്സല്യം തന്നോടുണ്ട് എന്ന് കണ്ടിട്ട് ഒന്ന് സ്തോത്രം ചെയ്ത് സ്തുതിക്കണം എന്ന്. നമ്മോട് കാണിച്ച ആ കാരുണ്യപൂർവമായ നോട്ടത്തിനും നമ്മൾക്ക് അനുവദിച്ചു തന്ന ഐഹിക ലോക ജീവിതത്തിൻ്റെ സൗഭാഗ്യത്തിനുമായിട്ടാണ് നമ്മൾ സ്തുതിക്കുന്നത്. ഏത് അമ്പലത്തിൽ ചെന്നാലും ഏത് ദേവതയുടെ മുമ്പിൽ നിന്നും ഒരു സ്തുതി ചൊല്ലി സ്തുതിച്ചിട്ടേ വരുള്ളൂ. അപ്പോൾ ഭവസ്തവായ കൃതധീഹി, ബുദ്ധിയിൽ ഉറപ്പിച്ചിട്ട് ന അശക്നോ, കഴിഞ്ഞില്ല, സ്തുതിക്കാൻ സാധിച്ചില്ല. എന്തുകൊണ്ടാണ്? അനുരാഗത, സ്നേഹാധിക്യം കൊണ്ട്. സ്നേഹാധിക്യം കൊണ്ട് സ്തുതിക്കാൻ സാധിച്ചില്ല. ഔത്കണ്ഠ്യ, ഉത്കണ്ഠ കൊണ്ട്, ദുഃഖം കൊണ്ടും, ബാഷ്പകലയ, കണ്ണീരുകൾ തുള്ളി തുള്ളിയായി വീണു. ഇപ്പോഴാണ് ശിക്ഷ ശരിക്കും അനുഭവിച്ചത്. ഇന്ദ്രിയം, ശരീരം, മനസ്സ്, ബുദ്ധി, ഈ 3 അവയവങ്ങളാണ് ശിക്ഷ ഏൽക്കേണ്ടത്. ശരീരത്തിലേറ്റത് എന്താണ്? ശിരഫ് ഛേദിച്ച് കഷ്ണങ്ങളാക്കിയപ്പോൾ അത് വേറൊന്ന് വിടുവിച്ചപ്പോൾ മാറിക്കിട്ടി. മനസ്സിലുള്ള ഈ പാപങ്ങൾ മാറാൻ സ്തുതിക്കുക തന്നെ വേണം. ആ സ്തുതി കൊണ്ടേ പറ്റുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഇന്ദ്രിയങ്ങളെ പ്രകടമാക്കും. കണ്ണെന്ത് ചെയ്യും? കണ്ണീര് വെക്കും. മൂക്കെന്ത് ചെയ്യും? മൂക്കിൽ കൂടി കണ്ണീരിൻ്റെ ഒരു അംശം താഴേക്ക് വെക്കും. ഔത്കണ്ഠ്യ ആ ബാഷ്പകലയ, എന്താ ഇപ്പം ഇങ്ങനെ കണ്ണീര് കൊണ്ട്, സങ്കടം കൊണ്ട്, ദുഃഖം കൊണ്ട് കണ്ണീര് വരാൻ കാരണം? പമ്പരേതാം സുതാം സ്മരൻ, മരിച്ചുപോയ മകളെ ഓർമ്മിച്ചിട്ടാണ്. പമ്പരേതാം, പരേതരായ, സുതാം പുത്രിയെ, മകളെ, സതിയെ, സ്മരൻ, ഓർമ്മിച്ചപ്പോൾ. കഷ്ടം, ഞങ്ങളൊക്കെ ജീവിച്ചു, മകൾ മാത്രം ജീവിച്ചു വരില്ല. അന്നത്തെ മകളോടുള്ള ഔദ്ധത്യവും
മകളോട് കാണിച്ച ദ്വേഷ്യവും കോപവും ഒക്കെ ഇപ്പോഴാണ് ഒരു പശ്ചാത്താപമായി ദക്ഷനിൽ വന്നു ഭവിക്കുന്നത്. അതുകൊണ്ടാണ് സ്തുതിക്കാൻ ആരംഭിച്ചെങ്കിലും മകളോടുള്ള രാഗാധിക്യം കൊണ്ട് പെട്ടെന്ന് സങ്കടമുണ്ടായി, കണ്ണിൽ നിന്നും കണ്ണീര് ധാരയായിട്ടൊഴുകി. അത് തികയാതെ വന്നപ്പോൾ അകത്തേക്കൊഴുകി കണ്ണീര്. അത് തൊണ്ടയിൽ തടഞ്ഞപ്പോൾ അക്ഷരം വരാണ്ടായി, ഒരു വാക്കും ഉച്ചരിക്കാൻ പറ്റാതായി. അടുത്ത ഒരു ശിക്ഷ ദക്ഷൻ അനുഭവിക്കുക. ഭവസ്തവായകതധേഹി നാശക്നോദനുരാഗതാം ഔത്കണ്ഠ്യാ ബാഷ്പകലയാ സംവരേതാം സുതാം സ്മരൻ. ഭവസ്തവായ കൃതധീഹി അനുരാഗതഃ സംവരേതാം സുതാം സ്മരൻ ഔത്കണ്ഠ്യാത് ബാഷ്പകലയാ ന അശക്നോത്. ഭവസ്തവായകതധിർനാശക്നോദനുരാഗതാം ഔത്കണ്ഠ്യാത് ബാഷ്പകലയാ സംവരേതാം സുതാം സ്മരൻ. ഭവസ്തവായകതധിർനാശക്നോദനുരാഗതാം ഔത്കണ്ഠ്യാത് ബാഷ്പകലയാ സംവരേതാം സുതാം സ്മരൻ. കൃച്ഛാത് സംസ്തഭ്യജമന പ്രേമവിഹ്വലിതസുധീഃ ശശംസ നിർവ്യളീകേന ഭാവേനേശം പ്രജാപതിം. കൃച്ഛാത് സങ്കടം കൊണ്ട്, സംസ്തഭ്യച മനഃ മനസ്സിനെ നിലയ്ക്ക് നിർത്തിയിട്ട്, സംസ്തഭ്യ സ്തംഭനം നിൽക്കേണ്ട നിലയിൽ മനസ്സിനെ നിർത്തിയിട്ട്, പ്രേമ വിഹ്വലിത പ്രേമം കൊണ്ട് വിഹ്വലിതനായി പരവശനായി, സുധീഹി ബുദ്ധി പരിശുദ്ധമായി, ബുദ്ധി തെളിഞ്ഞു, ബുദ്ധിയിൽ കൽമഷമില്ല, പാപമില്ല, മാലിന്യവുമില്ല. സുധീഹി എന്ന് വിളിക്കുന്നത് കൊണ്ടാണ്. ശശംസ സ്തുതിച്ചു. കണ്ണീരൊഴുകിപ്പോയി കഴിഞ്ഞപ്പോൾ ഉച്ചരിക്കാനുള്ള ബലം ദക്ഷന് കിട്ടി. മകളെക്കുറിച്ച് ഓർത്ത് കരഞ്ഞു പോയതാണ്. അത് അല്പസമയം കരഞ്ഞു തീർന്നു പോയി കഴിഞ്ഞപ്പോൾ തൊണ്ടയിൽ തടഞ്ഞ വാക്കുകൾ പുറത്തേക്ക് വരാൻ തുടങ്ങി. അങ്ങനെ ദക്ഷൻ പരമശിവനെ സ്തുതിക്കാൻ ആരംഭിച്ചു. ശശംസ നിർവ്യളീകേന, കള്ളത്തരമില്ലാതെ. ഇതുവരെയും കള്ളത്തരത്തോടു കൂടിയാണ് ശിവനെ കണ്ടിരുന്നതെന്ന് സാരം. ഇപ്പോഴാണ് നിർവ്യളീകനായിട്ട്, കാരണം എന്താണ്, ഉള്ളിലുള്ള മാലിന്യം എല്ലാം മാറി അന്ധകരണം ശുദ്ധമായി. അങ്ങനെ ആയപ്പോൾ നിർവ്യളീകനായി. ഭവേന, അങ്ങനെയുള്ള ഭവനാൽ ഈശനെ പ്രജാപതി ശശംസ, ആ പ്രജാപതി ആയതായ ദക്ഷൻ സ്തുതിച്ചു. അനുരാഗം കൊണ്ടും ഉത്കണ്ഠ കൊണ്ടുമാണ് വാക്ക് തൊണ്ടയിൽ തറഞ്ഞതെന്ന് മുമ്പത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ആ മകളുടെ പ്രേമാധിക്യം കൊണ്ടും ആ മകളിലുള്ള വ്യാകുലത കൊണ്ടും ഇപ്പോൾ ദക്ഷന്റെ ബുദ്ധി പരിശുദ്ധമായി. ഇത്രയും ബുദ്ധി കലങ്ങിയതായത് ബ്രഹ്മാവിന്റെ ഇളയപുത്രനാണ് ദക്ഷൻ. മറ്റെല്ലാ പ്രജാപതിമാരെ കഴിഞ്ഞിട്ടാണ് ദക്ഷ പ്രജാപതി ഉണ്ടാകുന്നത്. അപ്പം ന്യായമായിട്ടും ഇളയ മകനോട് ഒരു വാത്സല്യം, പ്രേമം കൂടുതൽ ഉണ്ടാകാം. അത് സഹജമാണ്. അങ്ങനെ വാത്സല്യവും പ്രേമവും കൂടുതലായി കുറച്ച് കൂടുതൽ ലാളിച്ചു ദക്ഷൻ. മേൽപ്പത്തൂർ അക്കാര്യമാണ്. മേൽപ്പത്തൂര് ഈ ദക്ഷൻ കഥ മുഴുവൻ 2 ശ്ലോകത്തിൽ ഒതുക്കിയിട്ടുണ്ട് നാരായണൻ. ദക്ഷസ്തു ധാതുരതിലാളനയാ ഭൃശോന്ധോ നാത്യാദൃത. ദക്ഷനാകട്ടെ ബ്രഹ്മാവിന്റെ ഇളയപുത്രനായതുകൊണ്ട് അതിലാളനെ ഏറ്റിട്ട്
കണ്ണ് കാണാതായി. അങ്ങയെപ്പോലും തിരിച്ചറിഞ്ഞില്ല, ശിവനെപ്പോലും. ദക്ഷനിൽ സംഭവിച്ച ദോഷം ഇതാണ്, അതിലാളന. ഇന്ന് അതിലാളന കൊണ്ട് ഓരോ കുടുംബവും തകരുകയാണ് എന്ന് ആരും തിരിച്ചറിയാത്തപ്പോൾ വ്യാസൻ ഉപദേശിക്കുകയാണ്, ലാളിക്കേണ്ട സമയത്തെ ലാളിക്കാവൂ, ആ സമയം കഴിഞ്ഞാൽ ശിക്ഷിക്കണം, ആ സമയം കഴിഞ്ഞാൽ സൗഹൃദമാണ് വേണ്ടത്. 5 വയസ്സ് വരെ ലാളിക്കണം, 15 വയസ്സ് വരെ ശിക്ഷിക്കണം, 16 മുതൽ സൗഹൃദഭാവത്തിൽ ഇടപെടാനേ പറ്റുള്ളൂ എന്ന മനുസ്മൃതിയിലെ വാക്യം ഓർമ്മിച്ചുകൊണ്ട് ദക്ഷൻ അർഹതയില്ലാത്ത ലാളനകൾ പ്രായമായിട്ടും അനുഭവിച്ചതുകൊണ്ട് കണ്ണ് കാണാണ്ടായി. അങ്ങയെപ്പോലും ആദരിച്ചില്ല. അച്ഛനെ കണ്ട തിരിച്ചറിയില്ല, അമ്മയെ കണ്ട തിരിച്ചറിയില്ല, ഗുരുക്കന്മാരെ കണ്ട തിരിച്ചറിയില്ല. ഇന്നത്തെ അവസ്ഥ ഇതാണ്. കുട്ടികൾക്ക് അമിതമായ ലാളനയ്ക്ക് വശപ്പെടുന്നത് കൊണ്ട് മാതാപിതാക്കളെയോ ഗുരുക്കന്മാരെയോ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഈ അവസ്ഥ ഉണ്ടാകാം എന്ന് കണ്ടിട്ടാണ് വ്യാസൻ ഇങ്ങനെ കഥ ആവിഷ്കരിച്ച് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ഈ കഥ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം, അമിതമായ ലാളന ഒഴിവാക്കണം, 5 വയസ്സ് വരെ ലാളിക്കാവൂ, പിന്നെ ശിക്ഷിക്കാനുള്ള കാലമാണ്. അങ്ങനെ വളർത്തിക്കൊണ്ടെന്നില്ലെങ്കിൽ അവൻ നമ്മെപ്പോലും ആദരിക്കാതെ അഹങ്കാരിയായി തീരും, ദക്ഷനെ പോലെ. അതിൻ്റെ ഫലം കയ്യോ കാലോ പോകും, കഴുത്തു പോകും, കണ്ണു പോകാം, മൂക്ക് പോകാം, അവയവം നഷ്ടപ്പെടാം. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇന്ന് സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇതുകൊണ്ടാണെന്നും ആർക്കും അറിയില്ലെന്ന് മാത്രം. കൃച്ഛാത് സംസ്തഭ്യതമനപ്രേമവിഹ്വലിതസുധീ ശശംസ നിർവിളീകേന ഭവേനേശം പ്രജാപതിം. പ്രേമവിഹ്വലിതഃ സുധീഃ പ്രജാപതിഃ കൃച്ഛ്രാത് മനഃസംസ്തഭ്യ നിർവ്യളീകേന ഭാവേന ഈശം ശശംസ. നിർവ്യളീകമായ ഭാവം, അല്പം പോലും കാപട്യമില്ലാത്ത ഭാവത്തോടെ ശിവന്റെ മഹിമയെ പാലിപ്പുക, അപ്പോഴേ സ്തുതിക്കാൻ പറ്റുള്ളൂ. ഉള്ളിൽ കാപട്യമോ വഞ്ചനയോ കള്ളത്തരമോ ഉണ്ടെങ്കിൽ സ്തുതിക്കാൻ പറ്റില്ല. ഈശ്വരനെ സ്തുതിക്കണമെങ്കിൽ മനസ്സ് ശാന്തമാകണം, കള്ളത്തരം ഇല്ലാതിരിക്കണം. ഇപ്പോഴാണ് ദക്ഷനെ സ്തുതിക്കാൻ ഇടയായി, ഇത്ര കാലം കഴിഞ്ഞിട്ടും. ശിക്ഷ അനുഭവിച്ച് പാകപ്പെട്ടു മനസ്സ്, ഇന്ദ്രിയം, ബുദ്ധി, ശരീരം. അത്രയും ശിക്ഷിക്കേണ്ടത്. ശരീരത്തിന് ശിക്ഷ കൊടുക്കണം, മനസ്സിന് വേണം, ബുദ്ധിക്ക് വേണം, ഇന്ദ്രിയങ്ങൾക്ക് വേണം. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് മനസ്സിനെ സ്വസ്ഥമാക്കി തീർത്തിട്ട് മഹാദേവന്റെ മഹാത്മ്യങ്ങളെ പാടിപ്പുകഴ്ത്താൻ തുടങ്ങി. കൃച്ഛാത് സംസ്തഭ്യതമന പ്രേമവിഹ്വലിതസുധീ ശശംസ നിർവിളീകേന ഭാവേനേശം പ്രജാപതിം. പ്രേമവിഹുലിതഃ സുധീഃ പ്രജാപതിഃ കൃച്ഛ്രാത് മനഃസംസ്തഭ്യ നിർവ്യളീകേന ഭാവേന ഈശം ശശംസ. കൃച്ഛാത് സംസ്തഭ്യതമനപ്രേമവിഹുലിതസുധീം ശശംസ നിർവിളീകേന ഭാവേനേശം പ്രജാപതിം. കൃച്ഛാത് സംസ്തഭ്യതമനപ്രേമവിഹുലിതസുധീ ശശംസ നിർവിളീകേന ഭാവേനേശം പ്രജാപതിം. ഇനി ദക്ഷ ഉവാച, ദക്ഷന്റെ സ്തുതിയാണ്. വിദഗ്ധമായ വാക്കുകൾ കൂടിയാണ് ദക്ഷനെ കൊണ്ട് വ്യാസൻ സ്തുതിപ്പിക്കുന്നത്. ഓരോ വാക്കുകൾക്കും തൂക്കിക്കൊടുത്ത അർത്ഥത്തെ വിനിയോഗിച്ചുകൊണ്ട് ഒരു 3 ശ്ലോകത്തിൽ ദക്ഷൻ പരമശിവനെ സ്തുതിക്കുന്നു. നമ്മൾ സമയം അതിക്രമിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. സ്തുതി അടുത്ത ദിവസം ആവാം. മനസ്സൊന്ന് പാകപ്പെട്ട് വരട്ടെ ദക്ഷൻ്റെ, എന്നിട്ട് മതി സ്തുതി. ഒരാഴ്ച കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ദിവസം കൊടുത്തിട്ട് സ്തുതിച്ചാൽ മതിയാവും.
ഇന്ന് ഉപസംഹരിച്ചതിന് ശേഷം ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ആർക്ക് വേണമെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. സാറേ ആ നമസ്തേ. നമസ്തേ ഹരിയ. സാറേ കഴിഞ്ഞ പ്രാവശ്യം ചോദിക്കണമെന്ന് വെച്ചാൽ പക്ഷെ കഴിഞ്ഞ പ്രാവശ്യം അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. ഓ അത് ശരി. അപ്പൊ എൻ്റെ ഒരു ചെറിയ സംശയമാണ്. അപ്പൊ ഈ ദക്ഷൻ എന്താ ഈ പരമശിവൻ ദക്ഷനെ മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞല്ലോ. അപ്പം ആ ഒരു ദക്ഷയാഗം നടത്തുവാനായിട്ട് പിന്നെ ആ യാഗം റിട്രീവ് ചെയ്യാനായിട്ട് തിരിച്ചു കൊണ്ടുവരാനായിട്ട് വീണ്ടും ഈ പറയുന്ന എല്ലാ സാഹചര്യങ്ങളും തിരികെ കൊണ്ടുവരണമെന്ന് ഈ പരമശിവനോട് അഭ്യർത്ഥിക്കുന്നതിന്റെ കാര്യം എന്താണ്? യജ്ഞം പൂർത്തീകരിക്കേണ്ട ബാധ്യത ബ്രഹ്മാവിനുള്ളതാണ്. ആ അവന് ബ്രഹ്മാവ് ഇടപെട്ടിട്ട് പരമശിവനോട് അപേക്ഷിക്കുകയാണ് ഈ യജ്ഞം പൂർത്തീകരിക്കണം. അപ്പം പൂർത്തീകരിക്കുന്നുള്ള അവരുടെ ആ ധർമ്മം കംപ്ലീറ്റ് ചെയ്യുന്നുള്ളോ അതോ അത്രേ ഉള്ളൂ. അതങ്ങനെ അത്രേ ഉള്ളൂ? അപ്പൊ അത് ഇട്ടുപോകാൻ പറ്റുന്നതല്ല. യാഗം തുടങ്ങിയാൽ അത് വിഘ്നം ഉണ്ടായി പരിഹാരം കണ്ട് പൂർത്തീകരിക്കണമെന്നാണ്. ഇപ്പൊ അങ്ങനെയാണല്ലേ? ഇങ്ങനെയല്ല, ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി യാഗഭൂമി മുഴുവൻ ഒലിച്ചു പോകാം. അങ്ങനെ ആയാൽ വീണ്ടും എന്ത് ചെയ്യണം? പരിഹാരം കണ്ടിട്ട് അത് പൂർത്തീകരിക്കണം. ചെയ്യുന്ന കർമ്മം പൂർണ്ണമാവണം. അപ്പൊ അത് അങ്ങനെയും കൂടെ അർത്ഥം ആക്കാം. ചെയ്യുന്ന കർമ്മങ്ങൾ പൂർണ്ണമാകണമെന്നുള്ള അർത്ഥം കൂടി എടുക്കാം അതിന്. ഉണ്ട്. യാഗം മാത്രമല്ല, ഏതിനും ആവാം. ഏത് കർമ്മം അങ്ങനെയാണ്. അല്ലാണ്ട് ഇതിന് പ്രത്യേകിച്ച് ഒരു ഉദ്ദേശം അങ്ങനെയില്ല. എങ്ങനെ? ഈ ഒരു സ്റ്റാറ്റസ്, അത് ഓൾഡ് സ്റ്റാറ്റസ് റിട്രീവ് ചെയ്യാൻ പരമശിവനോട് അഭ്യർത്ഥിക്കുന്നതിന് വേറെ ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇല്ല. കാരണം ഇത് എന്താ, പൂർത്തിയാക്കേണ്ട ചുമതല ബ്രഹ്മാവിനാണ്. അതിൻ്റെ ഉടമസ്ഥൻ ബ്രഹ്മാവാണ്. അത് മാത്രമേ ഉള്ളൂ. അപ്പൊ ബ്രഹ്മാവിനെ ജയിച്ചല്ലേ പറ്റുള്ളൂ. ജയിച്ചേ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ട എല്ലാ അഭ്യർത്ഥനകളും എവിടെയൊക്കെ എന്തെല്ലാം ചെയ്യണം അതെല്ലാം ബ്രഹ്മാവ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് പരമശിവനോട് പറഞ്ഞാൽ മതി. പരമശിവൻ വിചാരിച്ചാൽ ഈ നഷ്ടപ്പെട്ടു ഒക്കെ പോയ എല്ലാം വീണ്ടും ഉണ്ടാക്കാൻ പറ്റും. അതെല്ലാം അങ്ങനെ തന്നെ വീണ്ടും ഉണ്ടാക്കി. ഇനി അങ്ങോട്ട് വരാൻ പോവാണ്. ഉണ്ടാക്കി യജ്ഞം പൂർത്തിയാക്കുന്ന കഥ പറഞ്ഞ് എല്ലാവരും സ്തുതിച്ച് ഈ അധ്യായം തീരുവാണ്. അപ്പൊ ഇതേ ഉദ്ദേശമുള്ളൂ. ശരി അതൊന്നും അറിയാൻ. ശരി. ആവട്ടെ.